തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്നതാ ഈ ഒരു ഐറ്റവും പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ചായയും. ഇത് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. അപ്പം ഇത് കഴിക്കാൻ തട്ടുകടയിലൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4-5 മണിക്കൂർ ഗ്രീൻ പീസ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതങ്ങ് ഉടഞ്ഞു പോകരുത്. ഒരു പാകത്തെ വേവിൽ തന്നെ ഇതുപോലെ ഒന്ന് കിട്ടണം കേട്ടോ. ഇനി നമ്മളിതൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് വഴറ്റിയെടുത്തിട്ട് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 മുട്ടയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയും, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, പിന്നെ മല്ലിപ്പൊടിയും ഗരം മസാലയും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മസാലയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസ് മുട്ട മസാല റെഡിയായി. ഇനി നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ അങ്ങോട്ട് കഴിക്കാം. ഇതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. വൈകുന്നേരത്തേക്ക് ഇനി വേറെ ഒന്നും തന്നെ വേണ്ട. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.